തെസ്സലോന്യർക്കെഴുതിയ പൗലോസിന്റെ രണ്ടാം ലേഖനം. പൗലോസ് ആദ്യ ലേഖനം എഴുതിയിട്ട് അധിക സമയമാകുന്നതിനു മുമ്പേ ആ ലേഖനത്തിൽ പരാമർശിച്ച പ്രശ്നങ്ങൾ തുടരുക മാത്രമല്ല, മറിച്ച് കൂടുതൽ വഷളാകുകയും ചെയ്തു എന്ന് തെസ്സലോനിക്കയിലെ ക്രൈസ്തവരെക്കുറിച്ച് അവന് ഒരു വിവരം കിട്ടി. ഉപദ്രവം കൂടുതൽ വർദ്ധിക്കുകയും തെസ്സലോന്യ ക്രൈസ്തവർ ആശയക്കുഴപ്പത്തിലാകുകയും യേശുവിന്റെ മടങ്ങിവരവിനെക്കുറിച്ച് ഭയാകുലരാകുകയും ചെയ്തു. അതുകൊണ്ട് പൗലോസ് ഈ ചെറിയ ലേഖനം അയച്ചു. ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സഭയിലെ 3 പ്രശ്നങ്ങളെ സംബോധന ചെയ്യുന്ന 3 വിഭാഗങ്ങളായിട്ടാണ്. പൗലോസ് ആദ്യം അവരുടെ തുടരെയുള്ള പീഡനങ്ങളുടെ മധ്യത്തിൽ അവർക്ക് പ്രത്യാശ നൽകുന്നു. പിന്നീട് കർത്താവിന്റെ വരുവാനുള്ള ദിവസത്തെക്കുറിച്ച് വ്യക്തത നൽകുന്നു. പിന്നീട് അവസാനമായി സാധാരണ ജോലികൾ ചെയ്യുന്നത് നിരാകരിക്കുന്ന ഉദാസീനരോട് അവൻ പ്രത്യേകമായി ആഹ്വാനം ചെയ്യുന്നു. ഓരോ ഭാഗത്തിന്റെയും ഉപസംഹാരം ഒരു ചെറിയ സമാപന പ്രാർത്ഥനയാൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗലോസ് തെസ്സലോനിക്കർക്ക് വേണ്ടി ഒരു സ്തോത്ര പ്രാർത്ഥനയോടെയാണ് ഇത് ആരംഭിക്കുന്നത്. അവരുടെ തുടർച്ചയായ വിശ്വസ്തതയ്ക്കും സ്നേഹത്തിനും പ്രത്യേകിച്ച് അവരുടെ സഹിഷ്ണുതയ്ക്കും വേണ്ടിയാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. അവരുടെ യവനരും റോമാക്കാരുമായ അയൽക്കാർ മാത്രമല്ല, യഹൂദന്മാരായ അയൽക്കാർ പോലും ഈ ക്രൈസ്തവർക്കെതിരായ പീഡനം വർദ്ധിപ്പിച്ചതായി അവൻ മനസ്സിലാക്കി. അവർ തീക്ഷ്ണമായ പീഡനം അഭിമുഖീകരിക്കുന്ന ഒരു മതന്യൂനപക്ഷം ആണെന്നിരിക്കെ ഇത് കൂടുതൽ വഷളാകുകയാണെങ്കിൽ അവർ യേശുവിനെ ഉപേക്ഷിക്കുമോ എന്ന് പൗലോസ് വ്യാകുലപ്പെടുന്നു. അതുകൊണ്ട് പൗലോസ് ആദ്യ ലേഖനത്തിൽ ചെയ്തതുപോലെ അവർ കഷ്ടത അനുഭവിക്കുന്നത് യേശുവിന്റെ പങ്കാളികൾ ആകുന്നതിനാലാണ് എന്നവരെ ഓർമ്മിപ്പിക്കുന്നു. ദൈവരാജ്യത്തിൽ പങ്കാളിയാകുന്നതിനുള്ള ഒരു മാർഗമാണിത്. ക്രൂശിലെ തന്റെ കഷ്ടതയിലൂടെയാണ് യേശു രാജാവായി തീർന്നത്. അതുകൊണ്ട് അവന്റെ അനുയായികൾ യേശുവിന്റെ അക്രമരാഹിത്യവും ക്ഷമയോടെയുള്ള സഹിഷ്ണുതയും അനുകരിച്ചുകൊണ്ട് ലോകത്തിന്മേലുള്ള അവരുടെ വിജയത്തെ കാണിക്കും. ഇത് എന്നേക്കും നിലനിൽക്കുകയില്ല എന്നും പൗലോസ് അവരെ ഓർമ്മിപ്പിക്കുന്നു. യേശു മടങ്ങിവരുമ്പോൾ അവരെ അടിച്ചമർത്തുകയും നിരപരാധികളുടെ രക്തം ചൊരിയുകയും ചെയ്തവരുടെ മേൽ തന്റെ നീതിയെ കൊണ്ടുവരും. അവരുടെ ശിക്ഷ എന്നത് ദൈവമുഖത്തു നിന്നും അവന്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും നീക്കിക്കളയുക എന്നതാണെന്ന് അവൻ എടുത്തുപറയുന്നു. യേശുവിനെ ത്യജിക്കുന്നവരുടെ വിധിയെക്കുറിച്ച് അനുമാനിക്കുകയല്ല പൗലോസ് ഇവിടെ ചെയ്യുന്നത്, മറിച്ച് ഈ ഒരു കാര്യം മാത്രം പറയുന്നു. അതായത് അവരുടെ ജീവിതത്തിൽ ഉടനീളം യേശുവുമായി ഒരു ബന്ധവും അവർ ആഗ്രഹിച്ചിരുന്നില്ല. അതിനാൽ അവസാനം അവർ ആഗ്രഹിച്ചതുപോലെ അവരുടെ സൃഷ്ടാവും രാജാവും ആയവനോടുള്ള ബന്ധം നഷ്ടപ്പെടുന്നു. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ആത്യന്തികമായ ദുരന്തം. മുഴുജീവന്റെയും സ്നേഹത്തിന്റെയും ഉറവിടമായ യേശുവിൽ നിന്നുമുള്ള വേർപാട് തിരഞ്ഞെടുക്കുന്നത് സ്വന്തം നാശം തിരഞ്ഞെടുക്കുന്നതിന് തുല്യമാണ്. അവരുടെ ഉള്ളിൽ ആഴമായ ഒരു സ്വഭാവ വ്യത്യാസം ഉണ്ടാകുവാനും അങ്ങനെ അവരുടെ ജീവിതം യേശുവിന്റെ നാമത്തിന് ആദരവ് കൊണ്ടുവരുവാനും ദൈവം അവരുടെ കഷ്ടതയെ ഉപയോഗിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അവൻ ഈ ചിന്ത അവസാനിപ്പിക്കുന്നു. പൗലോസ് പിന്നീട് യേശുവിന്റെ മടങ്ങിവരവിനെയും കർത്താവിന്റെ നാളിനെയും സംബന്ധിച്ച ഒരു പ്രത്യേക പ്രശ്നത്തെപ്പറ്റി പറയുന്നു. തെസ്സലോനിക്ക സഭാസമൂഹത്തിലെ ആരോ ചിലർ പൗലോസിന്റെ പേരിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. അതായത് മനുഷ്യ തിന്മയുടെ മേലുള്ള ദൈവത്തിന്റെ അവസാന നീതിപ്രവൃത്തിയും കർത്താവിന്റെ ദിവസവും അവരുടെ മേൽ വന്നുകഴിഞ്ഞു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. ഈ ആളുകൾ എല്ലാ കാര്യങ്ങളും അവസാനിക്കുന്ന ദിവസങ്ങളെക്കുറിച്ച് പ്രവചിച്ച് മറ്റ് ക്രൈസ്തവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. കഠിനമായ ഉപദ്രവം കാരണം അവർ യേശു രാത്രിയിൽ ഒരു കള്ളനെപ്പോലെ മടങ്ങി വന്നു കഴിഞ്ഞു എന്ന് അവകാശപ്പെടുന്നവർക്ക് കീഴ്പ്പെട്ടു പോകാവുന്ന അവസ്ഥയിലായിരുന്നു. അവർ തള്ളപ്പെട്ടു എന്ന് തോന്നുന്നു. ഒരുപക്ഷെ കഷ്ടപ്പെടുവാനായി തെസ്സലോനിക്കരെ അവൻ ഉപേക്ഷിച്ചതായിരിക്കാം. ഈ രീതിയിലുള്ള വർത്തമാനം പൗലോസിനെ ശരിക്കും കോപാകുലനാക്കി. ഇത് അവന്റെ പഠിപ്പിക്കലിനെ തെറ്റായി അവതരിപ്പിക്കുകയാണ്. യേശുവിന്റെ മടങ്ങിവരവ് ഒരിക്കലും ഭയത്തെയല്ല, മറിച്ച് പ്രത്യാശയെയും ആത്മവിശ്വാസത്തെയും പ്രചോദിപ്പിക്കണം. പൗലോസ് പട്ടണത്തിലുണ്ടായിരുന്നപ്പോൾ യേശുവിന്റെ മടങ്ങിവരവിനെക്കുറിച്ച് പഠിപ്പിച്ചതെല്ലാം അവൻ അവരെ ഓർമ്മിപ്പിക്കുകയും ഇവിടെ ഒരു ചെറിയ സംഗ്രഹം നൽകുകയും ചെയ്യുന്നു. ഇത് യഥാർത്ഥത്തിൽ വളരെ ചെറുതാണ്. ഈ ഭാഗത്ത് വ്യാഖ്യാനത്തിന്റെ ധാരാളം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്. പൗലോസ് ഇവിടെ പ്രവാചകന്മാരായ യെശയ്യാവിൽ നിന്നും ദാനിയേലിൽ നിന്നും ലഭിച്ച പ്രസിദ്ധമായ പ്രമേയത്തെ അവൻ ഉദ്ധരിക്കുകയാണ്. അതായത് നെബൂഖദ്നേസർ അല്ലെങ്കിൽ വടക്കേ ദിക്കിന്റെ രാജാവിനെപ്പോലെ ദൈവത്തിനെതിരെ മത്സരിക്കുന്ന ഭരണാധികാരികളെ ഈ ലോകത്തിന്റെ രാജ്യങ്ങൾ തുടർന്നും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. ഈ നേതാക്കന്മാർ ദൈവിക അധികാരത്തോളം തങ്ങളെ തന്നെ ഉയർത്തി. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഈ പുരാതന രാജാക്കന്മാരും പ്രവചനങ്ങളും നമുക്ക് സദൃശ്യങ്ങളെയും ആവർത്തിച്ചു വരുന്ന ഒരു ജീവിതക്രമത്തെയും കാണിക്കുന്നു. അത് റോമൻ ചക്രവർത്തിമാരായ കലിഗുള, നീറോ എന്നിവരിലൂടെ തന്റെ നാളുകൾ തന്നെ പൂർത്തീകരിക്കപ്പെട്ടതായും അവൻ കണ്ടു. ഇത് വീണ്ടും ആവർത്തിക്കുമെന്നും അവൻ പ്രതീക്ഷിച്ചു. അതായത് ദുഷ്ടശക്തിയാൽ നയിക്കപ്പെടുന്ന മത്സരിയായ ഒരു ഭരണാധികാരി അവസാനം ഉയർന്നുവരും. അവൻ ദൈവിക ലോകത്തിൽ അക്രമങ്ങളും നാശങ്ങളും അഴിച്ചുവിടും. എന്നാൽ എന്നേക്കുമല്ല.
യേശു മടങ്ങിവരുമ്പോൾ അവൻ മത്സരിക്കുന്നവരെയും തിന്മ ചെയ്യുന്ന എല്ലാവരെയും എതിർക്കുകയും തന്റെ ജനത്തെ മോചിപ്പിക്കുകയും ചെയ്യും. ഇവിടെ പൗലോസിന്റെ പ്രധാന ആശയം പിന്നീടുള്ള വായനക്കാർക്ക് മഹാദുരന്തത്തെപ്പറ്റിയുള്ള ചിന്തയ്ക്ക് പ്രചോദനം നൽകുക എന്നതല്ല, മറിച്ച് തെസലോനിക്കരെ ആശ്വസിപ്പിക്കുക എന്നതാണ്. മർക്കോസ് 13 അധ്യായത്തിലെ യേശുവിന്റെ പഠിപ്പിക്കലിനെ അവൻ അനുസ്മരിക്കുന്നു. അവിടെ യേശു ഇപ്രകാരം പറയുന്നു: തന്റെ മടങ്ങിവരവിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾ പരസ്യവും സ്പഷ്ടവുമായിരിക്കും. അതുകൊണ്ട് അവർ പുറന്തള്ളപ്പെട്ടുപോയി എന്ന് ഭയപ്പെടുകയോ വിഷമിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് അവരെ മോചിപ്പിക്കുവാനായി യേശു മടങ്ങിവരുന്നതുവരെ അവർ വിശ്വസ്തരായിരിക്കണം. അതുകൊണ്ട് അവന്റെ സമാപന പ്രാർത്ഥനയിൽ അവൻ യേശുവിനോടും പിതാവിനോടും യേശുവിന്റെ മാർഗത്തോട് വിശ്വസ്തരായിരിക്കാൻ തെസ്സലോനിക്കരെ ശക്തീകരിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത് പൗലോസിന്റെ അവസാന വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നു. ഉദാസീനന്മാരായിരിക്കുന്നവർക്ക് ഇത് ഒരു വെല്ലുവിളിയാണ്. ഉദാസീനൻ എന്നാൽ മടിയൻ എന്ന് മാത്രമല്ല അത് അർത്ഥമാക്കുന്നത്. ഇത് പരാമർശിക്കുന്നത് ജോലി ചെയ്ത് തങ്ങൾക്കു വേണ്ടി കരുതാതെ നിരുത്തരവാദികളായി ജീവിക്കുന്നതിന്റെ ഫലമായി കുഴഞ്ഞുമറിഞ്ഞ ജീവിതം നയിക്കുന്ന ആളുകളെയാണ്. പൗലോസ് യഥാർത്ഥത്തിൽ തന്റെ ആദ്യ ലേഖനത്തിൽ ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്തിരുന്നു. എന്നാൽ കാര്യങ്ങൾ കൂടുതൽ വഷളായിത്തീർന്നെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ സഭയിലെ ചില ആളുകൾ ജോലി ചെയ്യാതിരിക്കുന്നതെന്ന് നമുക്ക് യഥാർത്ഥത്തിൽ അറിയില്ല. ഈ പ്രശ്നം മുമ്പുള്ളതുമായി ബന്ധപ്പെട്ടിരിക്കുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ചില ആളുകൾ യേശു വേഗം മടങ്ങിവരുമെന്ന് വിചാരിച്ചതിനാൽ തങ്ങളുടെ ജോലികൾ ഉപേക്ഷിച്ച് സാധാരണ ജീവിതത്തിൽ നിന്നും പിൻവാങ്ങിയിരിക്കാം. എന്നാൽ കൂടുതൽ സാധ്യതയുള്ളത് ഇവിടെ പൗലോസ് റോമൻ സംസ്കാരത്തിലെ ഒരു ആചാരമായ രക്ഷാധികാരം എന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തെ സംബോധന ചെയ്യുന്നതായിരിക്കാം. പട്ടണങ്ങളിൽ ജീവിക്കുന്ന ദരിദ്രരായ ജനങ്ങൾ ഇടപാടുകാർ ആയിത്തീരുന്നു. ഇവർ ധനികരായ ജനങ്ങൾക്ക് ഒരു വ്യക്തിപരമായ സഹായിയെപ്പോലെയായിരുന്നു. അവർ അവരുടെ വല്ലപ്പോഴുമുള്ള മഹാമനസ്കതയിൽ ആശ്രയിച്ച് ജീവിച്ചിരുന്നു. എങ്കിലും ഇത് ധാരാളം നിയന്ത്രണങ്ങളോടുകൂടിയായിരുന്നു. ഇത് ചിലപ്പോൾ രക്ഷാധികാരികളുടെ ദുർമാർഗ ജീവിത രീതിയിൽ അവരെ പങ്കാളികളാക്കി. അതുമാത്രമല്ല, ഇത് ഒരു സ്ഥിര വരുമാന മാർഗം ആയിരുന്നുമില്ല. അതിനാൽ ഈ ജനം ഒരു ക്രമരഹിതമായ ജീവിതം നയിക്കുന്നു. അവർ അധ്വാനിക്കുന്നില്ല, അവർ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തലയിടുകയാണ് എന്നൊക്കെ പൗലോസ് പറയുമ്പോൾ ഇതാണ് അവൻ പരാമർശിക്കുന്നതെന്ന് തോന്നുന്നു. പൗലോസ് താൻ അവരോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ നൽകിയ മാതൃകകളെ ഓർമ്മിപ്പിക്കുന്നു. അവരുടെ പണത്തെ അവൻ ചോദിച്ചില്ല. തനിക്കുവേണ്ടി കരുതുവാനും സൗജന്യമായി തെസ്സലോനിക്കരെ ശുശ്രൂഷിക്കുവാനും കഴിയേണ്ടതിന് അവൻ കൈകൊണ്ട് അധ്വാനം ചെയ്തു. ഇത് മാതൃകാപരമാണെന്ന് അവൻ പറയുന്നു. യേശുവിന്റെ അനുയായി കഠിനാധ്വാനത്തിലൂടെ യേശുവിന്റെ തന്നെ നൽകുന്ന സ്നേഹത്തെ അനുകരിക്കണം. അതിനാൽ അവർക്ക് തങ്ങൾക്കുവേണ്ടി കരുതുവാനും അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമാകുവാനും കഴിയും. അവരുടെ എല്ലാ ആശയക്കുഴപ്പങ്ങൾക്കും ക്ലേശങ്ങൾക്കും മധ്യേ കർത്താവായ യേശു മശിഹായിലൂടെ ദൈവം അവർക്ക് സമാധാനം നൽകുവാനായി അവസാനം പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ഇത് ഉപസംഹരിക്കുന്നു. തെസ്സലോനിക്കർക്കുള്ള ഈ ചെറിയ ലേഖനം യേശുവിന്റെ മടങ്ങിവരവിലുള്ള പുരാതന ക്രൈസ്തവ വിശ്വാസം, അവസാന ന്യായവിധിയുടെ പ്രത്യാശ എന്നിവ മഹാദുരന്തത്തിന്റെ സമയരേഖയെക്കുറിച്ച് ഊഹാപോഹങ്ങൾ നടത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല എന്ന് നമ്മെ കാണിക്കുന്നു. പകരം ഈ വിശ്വാസങ്ങൾ പ്രത്യാശയെ കൊണ്ടുവരികയും ആളുകളിൽ, പ്രത്യേകിച്ച് കഠിനമായ എതിർപ്പുകൾ നേരിടുന്ന പീഡിപ്പിക്കപ്പെട്ട ക്രൈസ്തവരിൽ യേശുവിനോടുള്ള വിശ്വസ്തതയും ഭക്തിയും ഉളവാക്കുകയും ചെയ്തു. അങ്ങനെ ക്രൈസ്തവരുടെ വരും തലമുറകൾക്ക് അവർ പീഡകൾ നേരിട്ടാലും ഇല്ലെങ്കിലും ഈ ലേഖനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: നിങ്ങൾ എന്തിനുവേണ്ടി പ്രത്യാശിക്കുന്നുവോ അത് നിങ്ങൾ എന്തിനുവേണ്ടി ജീവിക്കുന്നു എന്നതിന് രൂപം നൽകുന്നു. അതാണ് തെസ്സലോനിക്കർക്കുള്ള 2 ലേഖനത്തിന്റെ ഉള്ളടക്കം.